ഒരു 10 മിനിറ്റ് കൂടുതൽ വർക്ക് ചെയ്തു പോയാൽ അതിന്റെ എൻഡ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഏതോ ഒരു കുട്ടിയാണ്. നമ്മൾ എന്ത് കൂടുതൽ ചെയ്താലും അത് ഇവിടെയുള്ള കുട്ടിക്കാണ് കിട്ടുന്നത്. അപ്പൊ ആ കുട്ടിക്കാണെന്ന് കിട്ടുന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ അറിയാതെ ചെയ്തു പോകും. അത് എന്തൊക്കെ ഡെവലപ്പാണ് ഈ സ്കൂളിൽ സാറ് വന്നതിന് ശേഷം ഉണ്ടായത് അതുകൂടെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനിസ് സക്കറിയ 2026 മെയ് 31 പനമരം GLP സ്കൂളിലെ പ്രധാന അധ്യാപകൻ പൈലി സാർ വിരമിക്കുന്ന ആ ദിനം അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാമായ ഒരു ഓഫീസ് റൂം അത് ഈ സ്കൂളിന് വേണ്ടി അന്ന് അദ്ദേഹം സമർപ്പിച്ചു പോവുകയാണ്. ആ ഓഫീസ് റൂമിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താ നമുക്ക് കാണണ്ടേ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കും. അപ്പോൾ നമ്മളെ പൈലി സാർ കേട്ടോ ഈ പനമരം GLP സ്കൂളിലെ പ്രധാന അധ്യാപകൻ പൈലി സാറാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകത ഞാൻ ഈ ഒരു ഓഫീസ് റൂമിൽ വന്നത് കേരളത്തിൽ മറ്റെവിടെയും ഇത് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം സംഭവങ്ങൾ സാറിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഓരോന്ന് സാറോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. അതിനു മുമ്പ് ഞാൻ ഈ ഓഫീസ് റൂമിൽ വന്ന് കണ്ടപ്പോൾ സ്കോറിയ അല്ലേ സാറേ, ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് സാറോട് ചോദിച്ച് മനസ്സിലാക്കണം. സാറേ സാറൊന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് മറ്റുള്ള സ്കൂളുകളിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ സർക്കാർ ഓഫീസുകൾ കാണാത്ത രജിസ്റ്ററുകളും പല സംഭവങ്ങൾ ഇവിടെ സാറ് ഒരുപാട് സൗകര്യപ്രദമായിട്ട് സാർ ഇവിടെ വെച്ചിട്ടുണ്ട്. സാറ് വിരമിച്ചു പോകുമ്പോൾ മറ്റുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായി എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റിയ പല രേഖകളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് സാറ് പറയുകയാണെങ്കിൽ. ഞാൻ 2026 മെയ് 31 ഇന്ന ദിവസമാണ് എൻ്റെ റിട്ടയർമെന്റ്. ഏകദേശം 28 വർഷമാണ് എനിക്ക് സർവീസിൽ കിട്ടുക. അപ്പോൾ ആ 28 വർഷത്തെ സർവീസിന് ശേഷം ഞാൻ മെയ് 31 പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ വിദ്യാലയത്തിന് എന്തെങ്കിലും എൻ്റെതായിട്ടുള്ള സംഭാവനകൾ കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിലൊരു ഓഫീസ് ഒരുക്കി കൊടുക്കാം എന്ന രീതിയിലേക്ക് എനിക്ക് ആശയം എത്തുകയും അങ്ങനെ ഈ ഇന്നത്തെ ആ ദിവസം ഇവർക്ക് ഒരുക്കി കൊടുത്തിട്ട് പോകുന്ന ഓഫീസാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതുണ്ട്, ഇവിടെ പല ആളുകളും പിന്നെ സർട്ടിഫിക്കറ്റിന് വരുന്ന സമയത്ത് പഴയ സർട്ടിഫിക്കറ്റിൽ കത്തിപ്പോയത് കൊണ്ട് സർട്ടിഫിക്കറ്റ് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് അവർ ഫർദർ മൂവ്മെന്റ്സ് നടത്തുന്നത്. അപ്പം 94 പിന്നെ ഏപ്രിൽ 24 ഒരു തീപിടുത്തം ഉണ്ടായിട്ട് കുറേ രേഖകൾ കത്തി നശിച്ചു പോയി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ചില രേഖകളൊക്കെ റീക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കുറേ രേഖകളിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതല്ലേ ഇത് രജിസ്റ്ററുകൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഇവിടുന്ന് ഈ ഒരു കത്തിപ്പോക്ക് ഉണ്ടായത് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രജിസ്റ്ററുകളാണ് ഇവിടെ കാണുന്നത്. ഈ രജിസ്റ്ററും അതോടൊപ്പം കുറേ രജിസ്റ്ററുകൾക്ക് രൂപമാറ്റം വരുത്തുകയും അതുപോലെ ഇങ്ങനെ മദർ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ കൂടി പുതുതായിട്ട് കണ്ടെത്തി ഇവിടെ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസിൽ നിന്ന് ഇന്നത്തെ ദിവസം പോകുന്നത്. അപ്പം ഇത് മദർ രജിസ്റ്റർ എന്ന് പറയുന്നത് അധികം ഓഫീസുകളിലൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഉണ്ടായാലും പ്രശ്നമില്ല, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. അപ്പൊ ഈ ഓഫീസിൽ എന്തെല്ലാം രജിസ്റ്ററുകളുണ്ടോ ആ രജിസ്റ്ററുകൾക്കൊക്കെ എത്ര പേജ് ഉണ്ട്, അപ്പൊ എന്ന് തുടങ്ങിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, എന്നത് അവസാനിപ്പിച്ചു എന്നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൽ നോട്ട് ചെയ്ത് പോകണം. ആ രജിസ്റ്ററിന്റെ പേരാണ് മദർ രജിസ്റ്റർ. അത് ഈ കളറിലാണ് ഞാൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്, യെല്ലോ ആൻഡ് ബ്ലാക്ക് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടെ കൊടുത്തിട്ട് പോകുന്ന എൻ്റെ ലാസ്റ്റ് സംഭവമാണ് ഇവിടെ കൊടുത്തത്. അതേപോലെ സീൽഡ് രജിസ്റ്റർ വേറെ കണ്ടിട്ടുണ്ടാവും. ഇത് സീൽഡ് രജിസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം ഇത് ഇല്ല, സീൽ രജിസ്റ്റർ. അപ്പൊ ഈ ഓഫീസിലല്ല എല്ലാ ഓഫീസുകളിലും ഇങ്ങനെ ഒരു സീൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ആ ഓഫീസിൽ ഏതെല്ലാം സീലുകൾ ഉപയോഗിക്കുന്നു, അത് ഏത് ഡേറ്റിന് തുടങ്ങി എന്ന് അവസാനിപ്പിച്ചു ഇത് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്തരം ഡാറ്റാസ് ഒക്കെ ഇതിനകത്ത് സൂക്ഷിക്കുന്ന ഒരു സീൽ രജിസ്റ്റർ എല്ലാ ഓഫീസുകളിലും, വിദ്യാലയത്തിൽ മാത്രമല്ല ഓഫീസുകളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഈ സ്കൂളിലുള്ള സീലുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും അത് തുടങ്ങിയ സമയവും അതുപോലെ അവസാനിച്ച സമയമൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ എൻ്റെ നെയിം സീലാണ്. അത് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. ഇനി ഇന്നത്തിന് ശേഷം എൻ്റെ നെയിം സീലിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സീൽ രജിസ്റ്റർ, അപ്പം എൻ്റെ ഇവിടെ കൊടുക്കുന്ന ഒരുപാട് രജിസ്റ്ററുകൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ കൊടുത്ത ഏറ്റവും ലാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട 2 സാധനങ്ങളാണ് ഒന്ന് സീൽ രജിസ്റ്റർ, മറ്റൊന്ന് മദർ രജിസ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് രജിസ്റ്ററുകൾ കളറൊന്ന് മാറ്റി ഈ പച്ച നിറത്തിലുള്ള ലേബൽ പതിച്ചിട്ടുള്ള രജിസ്റ്ററുകളൊക്കെ എന്ന് പറയുന്നത് വെള്ളയിൽ പച്ച രജിസ്റ്ററുകളൊക്കെ എന്ന് പറയുന്നത് ആജീവനാന്ത രജിസ്റ്ററുകളാണ്. ആ സ്കൂള് എന്ന് അവസാനിക്കും അന്ന് വരെ ആ സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ട രജിസ്റ്ററുകളാണ് ആജീവനാന്ത രജിസ്റ്ററുകൾ. ഈ ഓറഞ്ച് രജിസ്റ്റേഴ്സ് ഇത് നിശ്ചിത വർഷത്തെ 10, 15, 30 വർഷത്തേക്ക് മാത്രം ആവശ്യമുള്ള രജിസ്റ്ററുകളാണ്. അതുകൊണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തു, ഓറഞ്ച് കളറിലേക്ക് മാറ്റി. പിന്നെ ഇത് 3-4 വർഷങ്ങൾ ഉപയോഗിക്കുന്ന രജിസ്റ്ററുകൾ, അതാണ് ഈ രജിസ്റ്ററുകൾക്ക് ഈ കളറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ മാത്രമല്ല ഈ രജിസ്റ്ററുകൾക്കൊക്കെ കൃത്യമായിട്ട് ഈ സ്കൂളിന്റെ ലോഗോ പതിച്ചിരിക്കുന്നു, ഈ സ്കൂളിന്റെ കോഡ് പതിച്ചിരിക്കുന്നു, അതുപോലെ കൃത്യമായിട്ട് നെയിമിങ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കളറിലുള്ള രജിസ്റ്ററുകൾ ഒറ്റ വർഷം മാത്രം ഉപയോഗിക്കുന്ന
രജിസ്റ്ററുകളാണ്. അപ്പൊ അങ്ങനെ രജിസ്റ്ററുകളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്യാബിൻ ബുക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. ക്യാബിൻ ബുക്ക് എന്ന് പറയുന്നത് ആ മുകളിൽ വെച്ചിരിക്കുന്ന പെട്ടികൾ ബോക്സുകളിൽ ഈ ഓഫീസ് സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആവശ്യം വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെ വെച്ചെന്ന് മറന്നു പോകും. അപ്പൊ മറന്നു പോയാൽ പോലും നമുക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് സെറ്റ് ചെയ്ത് അതിന്റെ പേരാണ് ക്യാബിൻ ബുക്ക്. അപ്പൊ ആ ക്യാബിൻ ബുക്കിൽ എന്ത് ചെയ്തിരിക്കുന്നു, 102, 103 അങ്ങനെ 117 വരെ പേജുകളുണ്ട്. ആ ഓരോ ബോക്സിൽ എന്താണ് ഇട്ടിട്ടുള്ളതെന്ന് ആ പേജിൽ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഇതൊന്നും മുതിർന്നവരല്ല, ഈ ഓഫീസിൽ വരുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മെയിനായിട്ട്. അതുപോലെ മറ്റൊന്ന് ഇതുണ്ടല്ലേ, ഔട്ടർ കുക്ക് ഔട്ടർ എന്ന് പറയുന്ന മറ്റൊരു ബുക്ക്. ഇത് ആ ഭിത്തിയിലിരിക്കുന്ന പെട്ടികളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു ബുക്ക് സംവിധാനമാണിത്. അപ്പോൾ ഒരു ഹെഡ് മാസ്റ്ററെ സംബന്ധിച്ചുള്ള ഒരു സ്കൂൾ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് റിസ്കുകൾ ഏറ്റെടുക്കും. ഒരു ഫ്യൂസ് കത്തിപ്പോയി ആ സ്കൂളിലെ എല്ലാ വൈദ്യുത സംവിധാനം നനച്ചു പോകും. അപ്പോൾ ഒരു ഫ്യൂസ് കെട്ടണമെങ്കിൽ എന്ത് വേണം, എവിടെയെങ്കിലും അന്വേഷിച്ച് നടന്ന അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ പോകും. അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ ഒരു പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ആ പെട്ടിക്കകത്ത് നോക്കിയാൽ ഈ ഫ്യൂസിന്റെ സാധനവും ഇലക്ട്രിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്തിടും. അതുപോലെ ഒരു പൈപ്പ് പൊട്ടിപ്പോയി, ആ പൈപ്പ് പെട്ടെന്ന് ടാപ്പ് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് വെള്ളം എടുക്കാൻ സംവിധാനം ഒരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിവിടെ നമ്മുടെ കൈയെത്തുന്ന സ്ഥലത്തുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബോക്സ് വെച്ചിരിക്കുന്നു. ആ ബോക്സിൽ ആ പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ പെട്ടെന്ന് ഹെഡ് മാസ്റ്റർക്ക് അത് എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബുക്കാണ് ഔട്ടർ ക്വിക്ക് എന്ന് പറയുന്ന ബുക്ക്. ഇതിലുണ്ട് ഓരോ പെട്ടിയുടെയും പേര്. ഇപ്പൊ ഇലക്ട്രിക്കൽസ്, പ്ലംബിംഗ് എന്ന പേജൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എഴുതി വെച്ച പേജ് നോക്കിയിട്ട് അതിനകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുകയും അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം സേവ് ചെയ്യുകയും ആ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും. അപ്പം അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സോർട്ട് മാറ്റർ എന്ന് പറയുന്ന മറ്റൊരു ബുക്ക്. അത് ഈ അലമാര നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു അലമാരയുടെ പേര് സ്കൂൾ എന്നാണ്, മറ്റൊരു അലമാര മെറ്റീരിയൽ, വേറൊന്ന് സ്കോളർഷിപ്പ്, അതല്ലേ പ്രൊജക്ട്, സ്റ്റാഫ്, സ്റ്റുഡന്റ്. ഈ അലമാരകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പേരിൽ ഇപ്പൊ സ്റ്റുഡന്റ് എന്ന അലമാരയിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം, ആ അലമാരയിൽ എന്തൊക്കെയുണ്ടെന്ന് ഈ ബുക്കിനകത്ത് നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇനി അതിനകത്ത് ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനാണ് ഈ സോർട്ട് മാറ്റർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ബുക്ക് കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലും എന്തിട്ടുണ്ട്, സ്കൂൾ എന്ന പേജ് ഉണ്ട്, അതുപോലെ മെറ്റീരിയൽസ് എന്ന പേജ് ഉണ്ട്, പ്രൊജക്ട് എന്നുള്ള പേജ് ഉണ്ട്. ഇതിലൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച് നമുക്ക് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ ഓഫീസിന് പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ബുക്ക് കൂടി ഉണ്ടാക്കി. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ രജിസ്റ്ററുകൾക്ക് പകരം രജിസ്റ്റർ ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൂടാതെ കൊണ്ട് പ്രധാനപ്പെട്ട രജിസ്റ്ററുകളെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ അതൊക്കെ സൂക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും അതുപോലെ മറ്റ് മെറ്റീരിയൽസ്, ഓഫീസ് മെറ്റീരിയൽസ് കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം റിട്ടയർ ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങളെങ്കിലും ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. എല്ലാത്തിങ്ങായിട്ട് സന്തോഷമുണ്ട്. ഇന്നൊരു ദിവസമാണ് എനിക്ക് ഓഫീസ് കിട്ടുന്നതെങ്കിൽ പോലും അത് സങ്കടമില്ല. പക്ഷെ ഇത് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. അതുപോലെ കോഡ് ബുക്ക്, കുട്ടികളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർ ഏതൊക്കെ അപകടങ്ങളാണ് കുട്ടിപ്പെടുന്നത് അതെല്ലാം എന്ത് ചെയ്യണം, ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് എല്ലാ ക്ലാസ്സുകൾക്കും കൊടുത്തിട്ട് ആ ക്ലാസ് ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഒരാഴ്ചയിൽ ഓരോ ദിവസവും ഇടവിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ ട്രാഫിക് ക്രോസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത്, കറണ്ട് തട്ടി എന്തെങ്കിലും അപകടം പറ്റുന്ന സമയത്ത്, ഇതൊക്കെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുള്ളൂ. കുട്ടികളെ നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളുടെ മനസ്സിലെ നിലനിൽക്കണമെന്നില്ല. എൻകോഡ് ചെയ്യപ്പെടണം. കുട്ടികളുടെ മനസ്സിൽ ഇത്തരം അപകട സാധ്യതയുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങളെ കുറിച്ച് എൻകോഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഇടവേളകളിട്ട് നോട്ട് ചെയ്യണം. അതിന് വേണ്ടിയുള്ള പുസ്തകത്തിന്റെ പേരാണ് കോഡ് ബുക്ക്. തേവലക്കര സ്കൂളിലെ മിഥുൻ എന്ന് പറയുന്ന കുട്ടി മരിച്ചതിന് ശേഷം ഞങ്ങൾ SRT മീറ്റിംഗ് കൂടിയപ്പോൾ ഉയർന്നു വന്നൊരു ആശയത്തെയാണ് കോഡ് ബുക്ക് ആക്കിയിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുള്ളത്. അതുപോലെ മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റം, ഈ സ്കൂളിൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ല നടക്കുന്നത്, മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അതിന് കൃത്യമായിട്ട് ഇടങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് MMS മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റം ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുപ്പിച്ചില്ല്, അതുപോലെ കടലാസുകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടൊരു ആധുനിക സമൂഹത്തിന്റെ സൃഷ്ടികളായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ഒറിജിനേഷൻ എനിക്ക് ഇവിടുന്ന് കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഹാൻഡിൽ ചെയ്യുകയും എത്രത്തോളം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് അതിന്റെ ഒരു പരിസമാപ്തി ഉണ്ടാകുക. എന്താണ് ഇന്നത്തെ ദിവസം റിട്ടയർ ചെയ്യുമ്പോൾ അതുകൂടി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. ഇവിടെ സാറ് ടേബിളിൻ്റെ പുറത്ത് ഒരുപാട് ഷീൽഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കൂട്ടത്തിൽ വേറൊരു ചിത്രം കാണുന്നുണ്ട്. സാർ അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ. അത് എൻ്റെ ഫാദറിന്റെ ഫോട്ടോയാണ്. അപ്പൊ ഈ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ മൊമെന്റോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മൊമെന്റോ സമ്മാനങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട്
എനിക്ക് എല്ലാവരും ഇവിടെയുള്ള സ്റ്റാഫ്, അതുപോലെ ഇവിടുത്തെ PT അംഗങ്ങൾ, അതുപോലെ കുട്ടികളിൽ ചില ആളുകൾ, അതുപോലെ തന്നെ പിന്നെ പാരൻസ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ മറ്റ് പുറത്ത് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നിട്ടുള്ള മൊമെന്റുകളും സമ്മാനങ്ങളൊക്കെ ഇവിടെ വെച്ചെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഫാദറിന്റെ ഫോട്ടോ കൂടി വെക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടി വെച്ചത്. ഇത് പിന്നെ ഫുൾ സ്റ്റോപ്പ്, അത് എൻ്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് ഇവിടുത്തെ സ്റ്റാഫും പിറ്റിയും പൊതുജനങ്ങളും എനിക്ക് തന്ന പിന്നെ വാർഷിക ആഘോഷത്തിന്റെ അല്ലെങ്കിൽ റിട്ടയർമെന്റ് വാർഷിക ആഘോഷത്തിന്റെ പേരാണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഫുൾ സ്റ്റോപ്പ് എന്നുള്ള പേരിട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ആശങ്കയായിരുന്നു. ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന രീതിയിൽ. അപ്പൊ അതിന്റെ താഴെ ടാഗ്ലൈൻ ഞാൻ കൊടുത്തു, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങളുടെ അടയാളം ആണ് എന്നാണ് ഞാൻ അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫുൾ സ്റ്റോപ്പ് നമ്മൾ എവിടെയെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പുതിയൊരു ലൈൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാകും. കഥ വായിക്കുമ്പോൾ അതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ ആ കഥ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെ പത്രത്തിൽ വാർത്തകൾ വായിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുത്തിയിട്ടില്ലെങ്കിൽ എവിടെയാണ് തുടങ്ങേണ്ടത് എവിടെയാണ് നിർത്തേണ്ടതെന്ന് മനസ്സിലാകില്ല, ഒരു വാർത്ത നമുക്ക് മനസ്സിലാകില്ല. അപ്പൊ കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ സ്റ്റോപ്പ് വളരെ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, ഈ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ഒരു ദിവസം തന്നെ കുറേ സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇട്ട് പിടിക്കും. അപ്പൊ കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെ അവസാനമാണെന്നാണ്. ശരിക്കും ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെ അവസാനമല്ല, പുതിയൊരു തുടക്കത്തിന്റെ അടയാളമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്തുണ്ടെങ്കിൽ ഉറപ്പാണ് പുതിയ എന്തോ ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ 1947 ആഗസ്റ്റ് 14 ഒരു ഫുൾ സ്റ്റോപ്പ് ഇന്ത്യയിൽ വീണു. അപ്പൊ എന്തിനാണ് ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടത്? വേറെ എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അവരെ ചൈനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയും 1949 അവിടെ എന്തൊരു ഫുൾ സ്റ്റോപ്പ് വീണു, അവിടെ പുതിയ എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ശരിക്കും പുതിയ തുടക്കങ്ങളുടെ ഒരു അടയാളമാണ്. അതുകൊണ്ടാണ് ഈ ഫുൾ സ്റ്റോപ്പ് എന്ന വാർഷികാഘോഷ പരിപാടിയുടെ പേരിന്റെ താഴെ പുതിയ തുടക്കങ്ങളുടെ അടയാളം എന്നുള്ള ടാഗ്ലൈൻ തന്നെ കൊടുക്കാനുള്ള കാരണം. എല്ലാവരും അത് അംഗീകരിക്കുകയും ആ വാർഷികത്തിന്റെ ആ പേര് വെച്ച് ഇവിടെ പരിപാടികൾ നല്ല രീതിയിൽ നടത്തുകയും ചെയ്തു. നല്ല രീതിയിൽ തന്നെ അവർക്ക് എനിക്ക് വേണ്ട ഒരു യാത്രയപ്പോഴും നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പാരൻസ്. എന്നെ 1ാം ക്ലാസ്സിൽ 4.5 വയസ്സിലാണ് കൊണ്ടുവന്ന് ചേർത്തത് സ്കൂളിൽ. അപ്പൊ 4.5 വയസ്സിൽ കൊണ്ട് ചേർത്ത വല്യമ്മയാണ് എന്നെ കൊണ്ട് ചേർത്തത്. അപ്പൊ വല്യമ്മ കൊണ്ട് ചേർക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്യമ്മേനെ വിട്ടുവരിയാൻ ഭയങ്കര വിഷമമായതുകൊണ്ട് ഞാൻ സ്കൂളിൽ ഇരിക്കാൻ കൊട്ടാക്കാത്തത് വല്യമ്മയോടൊപ്പം തിരിച്ചു ഓടിപ്പോവുകയും അങ്ങനെ സ്കൂളിൽ നിന്ന് അവസാനം ഒരു രക്ഷയില്ലാതെ കൊണ്ട് സ്കൂൾ അധികൃതർ എന്നെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. 1ാം ക്ലാസ്സിൽ തന്നെ ഡിസ്മിസ് ചെയ്യപ്പെട്ട ആളാണ് ഞാൻ. അപ്പൊ എന്നെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനത്തെ അതിനുശേഷം തൊട്ടടുത്ത വർഷം ഫാദർ ഈ റിസ്ക് ഏറ്റെടുക്കുകയും ഫാദർ നിർബന്ധപൂർവ്വം എന്നെ വിദ്യാലയത്തിലേക്ക് അയക്കുകയും പിന്നെ എനിക്ക് വിദ്യാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം അത്ര നിർബന്ധപൂർവ്വം വിദ്യാലയത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും അതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന ഒരു വഴികളിലൂടെ എത്തിച്ചേർന്ന ആളാണ് നിങ്ങൾ എന്നെ ഇന്ന് കാണുന്നത്. അദ്ദേഹം അത്ര നിർബന്ധത്തോടു കൂടി ആ വിദ്യാഭ്യാസ പദ്ധതി ഏറ്റെടുക്കുകയും എന്നെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ ചിത്രം ഉൾപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാറേ, ഞാൻ തുടക്കത്തിൽ ചോദിച്ചതാണ് ഈ ഒരു ഓഫീസ് റൂമിൽ കണ്ട സ്കോറിയ, അതെന്താ ഞാൻ മറ്റെവിടെയും കാണാത്തൊരു സംഭവമാണ് സാർ, അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ. അത് എൻ്റെ ഒരു അന്വേഷണ പരിപാടിയുടെ അല്ലെങ്കിൽ അന്വേഷണ പദ്ധതിയുടെ ഒരു പേരാണ്. അപ്പൊ എപ്പോഴോ ഡിക്ഷണറി ഇങ്ങനെ തെരഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടക്കുകയും ആ വാക്ക് പ്രധാനപ്പെട്ടതാണല്ലോ എന്ന് മനസ്സിലാക്കി ആ വാക്ക് എൻ്റെ അന്വേഷണ പദ്ധതിക്ക് പേരായിട്ട് ഞാൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്വീകരിക്കാൻ കാരണം എന്ന് ഞാൻ 92 ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു കുട്ടിക്ക് കണക്കിന്റെ ട്യൂഷൻ എടുത്തു, 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക്. അപ്പൊ ആ കണക്കിന്റെ ട്യൂഷൻ എടുത്തതിന് ശേഷം ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. അപ്പൊ എഴുതിയതുമായിട്ട് കുട്ടി ജയിച്ചു എന്നുള്ള റിസൾട്ട് പത്രത്തിൽ വരികയും അപ്പം പിന്നെ SLC ബുക്ക് വാങ്ങാൻ വേണ്ടി അമ്മയുടെ കൂടെ സ്കൂളിലേക്ക് എത്തി. SLC ബുക്ക് വാങ്ങുന്ന സമയത്ത് തോറ്റു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ അമ്മയും മകള് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയും മകള് രണ്ടിടത്തായി പോവുകയും കുട്ടി മുൻപോട്ട് വരികയും കുട്ടി വീട്ടിലെത്തിയിട്ട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കാരണം 10ാം ക്ലാസ് പരീക്ഷ തോറ്റു എന്നതിന്റെ വിഷമത്തിൽ. അപ്പം ഈ ആത്മഹത്യ ചെയ്തിട്ട് അപ്പൊ ഞാൻ ട്യൂഷൻ എടുത്തൊരു കുട്ടിയാണ്. അപ്പൊ എനിക്കൊരു വിഷമം, 10ാം ക്ലാസ് പരീക്ഷ തോറ്റതിന്റെ ഭാഗമായിട്ട് ഇത് ആത്മഹത്യ ചെയ്യാൻ എന്താ ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ ഇത്ര ദുർഘടമാണോ 10ാം ക്ലാസ് പരീക്ഷ ജയിക്കുക എന്നുള്ളത്. അപ്പൊ എൻ്റെ മനസ്സിൽ ആ ചിന്ത അവിടെ കിടക്കുകയും അതിന് ശേഷം 98 ഞാൻ സർവീസിൽ എത്തിയതിനു ശേഷം 2002 ഒരു കുട്ടി എൻ്റെ ബുക്കിൽ ബ്ലേഡ് വെക്കുകയും ചെയ്തു. അപ്പം എൻ്റെ കൈ മുറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലേഡ് വെച്ചത്. അപ്പം ബ്ലേഡ് വെച്ച് എനിക്ക് വല്ലാണ്ട് ഹർട്ട് ചെയ്തു. ഞാനത് കുട്ടിയെ പഠിച്ചു. അപ്പൊ പഠിച്ചു നോക്കാൻ നല്ല ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയാണ് ബ്ലേഡ് വെച്ചത്. പക്ഷെ ആ കുട്ടി അക്കാദമിക നിലവാരത്തിൽ വളരെ പുറകിലാണ്. അങ്ങനെ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചിന്തിച്ച് പോയതിന്റെ ഒരു പേരാണ് സ്കോറിയ എന്ന് പേരിട്ടിരിക്കുന്നത്. എ സെർച്ച് ത്രൂ ദ ബീച്ച് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന്റെ ഓരത്തു കൂടി ഒരു അന്വേഷണം എന്നുള്ളതാണ് അതിന്റെ പേര്. അപ്പം ഇതിൽ മറ്റാരെയും പങ്കാളികളാക്കുകയോ മറ്റേതെങ്കിലും ഹയർ ലെവലിലേക്ക് പോവുകയോ ചെയ്യാതെ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാതെ എൻ്റെതായ തലത്തിൽ ഇന്നോട്ട് മാത്രം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഈ സ്കോറിയ എന്ന് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒന്നും പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ അതിൽ കണ്ടെത്തിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പോരായ്മകളുടെ പരിഹരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തു വെക്കുന്ന എല്ലാ കാര്യങ്ങളും.
അത് പക്ഷെ യഥാർത്ഥ വിഷയങ്ങൾ അതിനകത്താണ് ഇരിക്കുന്നത്. ആ വിഷയങ്ങളിൽ എനിക്കിതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ വിഷയത്തിന് എൻ്റെ മനസ്സിൽ ആ വിഷയം കുറേ കിടക്കുകയും എന്നാൽ അതിന്റെ പരിഹരണാർത്ഥം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എൻ്റെ സർവീസിലുടനീളം എല്ലാവരും കാണുന്നത്. ഇന്നത്തെ ഈ ഓഫീസിൽ കാണുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് മാത്രമാണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പൈലി സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് നല്ലൊരു യാത്രയപ്പ് നൽകാം. പിന്നെ സാറോട് ഒരു വാക്കുകൂടി ചോദിച്ചോട്ടെ. സാറിപ്പോൾ ഏകദേശം എത്ര വർഷത്തെ പ്രയത്നമാണ് ഇപ്പോൾ ഈ ഓഫീസ് റൂമിൽ ചെയ്തതും അതോടൊപ്പം മറ്റുള്ളവർക്ക് പൊതുസമൂഹത്തിന് അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ആർക്കാണെങ്കിലും സാറിന് കൊടുക്കാനുള്ള സന്ദേശം അതുകൂടി? അതെ, ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു 4 വർഷം തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചെയ്ത് തീരാത്ത അത്ര പ്രോഗ്രാം എൻ്റെ മനസ്സിലുണ്ട്. ഈ വിദ്യാലയം കണ്ടപ്പോൾ എനിക്ക് അന്ന് തന്നെ തോന്നിയതാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിട്ട് പോകേണ്ടി വരുമോ എന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. തുടങ്ങേണ്ടായിരുന്നു എന്നും തോന്നിയ ചില സന്ദർഭങ്ങളുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് ശരിയില്ല. നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്ത് കൂട്ടിയിട്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നടന്നിട്ടില്ല. എനിക്ക് ഇവിടെ ആകെ കിട്ടിയത് 2 വർഷവും 2 മാസവും 27 ദിവസമാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ ഇത്ര സർവീസിലുള്ള എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ പാരന്റ്സ് ആണെങ്കിൽ വിദ്യാലയത്തിലേക്ക് വരുന്ന സമയത്ത് ടീച്ചേഴ്സിനെയാണ് കാണുക, അല്ലെങ്കിൽ HMസിനെയാണ് കാണുക, അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് അവർ PTA ക്കാരെയാണ് കാണുക, അല്ലെങ്കിൽ പാരന്റ്സിനെയാണ് കാണുക. ഈ കുട്ടികളെ ആരും കാണുന്നില്ല. ശരിക്കും കുട്ടികളെയാണ് കാണേണ്ടത്. വിദ്യാലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാരന്റ്സ് ആണെങ്കിലും മറ്റ് ലോക്കൽ ബോഡീസിലുള്ളവരാണെങ്കിലും അതുപോലെ പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും HMs ആണെങ്കിലും വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവേണ്ടത് കുട്ടികളുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഒരു 4 മണിക്ക് വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം എങ്കിൽ പോലും ഒരു 10 മിനിറ്റ് കൂടുതൽ വർക്ക് ചെയ്തു പോയാൽ അതിന്റെ എൻഡ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഏതോ ഒരു കുട്ടിയാണ്. 3.5 വയസ്സോ 3 വയസ്സോ 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൂടുതൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് ആ കുട്ടികൾക്കാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അതല്ലാതെ ഇവിടുത്തെ HM അല്ലെങ്കിൽ ഗവൺമെന്റിനോ എന്തെങ്കിലും കിട്ടുന്ന രീതിയിലല്ല നമ്മൾ വ്യാഖ്യാനിച്ചു വെക്കുക. അല്ലെങ്കിൽ വലിയ ആളുകൾക്കോ അല്ലെങ്കിൽ PTA ക്കാർക്കോ അല്ലെങ്കിൽ HMനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് എന്തോ കിട്ടുന്നതായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മൾ എന്ത് കൂടുതൽ ചെയ്താലും അത് ഇവിടെയുള്ള കുട്ടിക്കാണ് കിട്ടുന്നത്. അപ്പൊ ആ കുട്ടിക്കാണെന്ന് കിട്ടുന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ അറിയാതെ ചെയ്തു പോകും. അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ചെയ്യുന്നതിൻ്റെത് HMനും അല്ല, ഗവൺമെന്റിനും അല്ല, വിദ്യാഭ്യാസ വകുപ്പിനും അല്ല, ഇവിടെ ഉള്ള എൻഡ് ബെനിഫിഷ്യറി ആയിട്ടുള്ള ഏതോ കുറച്ച് താഴ്ന്ന ചെറിയ കുട്ടികൾക്കാണ് കിട്ടുന്നതെന്നുള്ള ബോധം വല്ലാതെ മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വിദ്യാലയം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കൂടുതൽ കാര്യങ്ങളുടെയും ഗുണം കിട്ടുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. സാറേ, താങ്ക് യു.